നാടൻ പാട്ടുകളുടെ കൂട്ടുകാരൻ. വെള്ളിത്തിരയിൽ നമ്മെ ചിരിപ്പിക്കുകയും അതേപോലെ കരയ്ക്കുകയും ചെയ്ത ആ മഹാനടൻ, അതെ, ശ്രീ കലാഭവൻ മണി. അദ്ദേഹത്തെ ആദരിക്കുന്ന ചടങ്ങാണ് അടുത്തതായി. ഞങ്ങൾ അദ്ദേഹത്തെ പറ്റി ഉണ്ടാക്കിയ ഒരു ക്ലിപ്പിംഗ് നിങ്ങൾക്ക് ഇവിടെ കണ്ടാസ്വദിക്കാവുന്നതാണ്. ഒട്ടേറെ മികച്ച വേഷങ്ങൾ, ഇതിനിടയിൽ ഒട്ടേറെ കോമഡി കാസറ്റുകൾ. തൂശിമ കുന്ധാരോ എന്ന കാസറ്റ് ഇമേജുകളുടെ കെട്ടുപാടുകൾ ഒട്ടും ഗൗനിക്കാതെ വില്ലൻ വേഷങ്ങളിലേക്ക് കൂടുമാറി. ക്രൂരനായ വില്ലൻ എന്ന പതിവ് ശൈലിയെ തുടച്ചു മാറ്റി തമാശ പറയുന്ന പാട്ടുപാടുന്ന വില്ലൻ എന്ന ഇമേജ് സ്വന്തമാക്കിയ മണി തെന്നിന്ത്യൻ. സത്യവും ധർമ്മവും നോക്കുന്ന ഒരുപാട് ദൈവപുത്രന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്കെതിരെ ഒരു ചെയ്താണെങ്കിലും വേണ്ടേ? തനിക്കറിയാമോ, ഞാൻ വളരെ താഴ്ന്ന നിലയിൽ കഷ്ടപ്പെട്ടത്. ഒടുവിൽ തെന്നിന്ത്യൻ താരചക്രവർത്തി രജനീകാന്തിന്റെയും ലോകസുന്ദരി ഐശ്വര്യ റായിയുടെയും ഒപ്പം അഭ്രപാളികളിൽ തിളങ്ങി. എല്ലാവരെയും പ്രിയ നടൻ ശ്രീ കലാഭവൻ മണി ഇതാ വേദിയിലെത്തിയിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി മാത്രം. അദ്ദേഹത്തിനൊപ്പം വേദിയിൽ ചേരാൻ ശ്രീമതി ഗീതാ ഗോപി, ബഹുമാന്യനായ MLA ശ്രീ VT ബൽറാമിനെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം കലാമണ്ഡലം ക്ഷേമാവതി ടീച്ചറെയും ഈ വേദിയിലേക്ക് ആദരം ക്ഷണിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി രണ്ടു വാക്ക് സംസാരിക്കുന്നതാണ്. മണിച്ചേട്ടാ പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം തോന്നുകയാണ് വേദിയിൽ നിൽക്കുന്ന ബഹുമാനപ്പെട്ട വിശിഷ്ട വ്യക്തികളെ, ഗുരുവായൂരപ്പൻ്റെ സ്വന്തം നാട്ടുകാരെ, ഈ ചാലക്കുടിയിലെ ഒരു ഓട്ടോ ഡ്രൈവറെ ഒരു സിനിമാ നടനാക്കി മലയാള സിനിമയിലേക്ക് കൈനീട്ടി സ്വീകരിച്ച എൻ്റെ പ്രിയമുള്ള, എൻ്റെ സ്വന്തം വീട്ടുകാരല്ലാത്ത എൻ്റെ നാട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും ഈ കറുമ്പനായ കുറുമ്പൻ്റെ ഹൃദയം നിറഞ്ഞ 1000 നന്ദി ഞാൻ അർപ്പിക്കുകയാണ്. ഇങ്ങനൊരു പുരസ്കാരവും എനിക്ക് എൻ്റെ സ്വന്തം നാട്ടിൽ പോലും ഇങ്ങനെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ അത് വളരെ അഭിമാനം തോന്നുകയാണ്. അതും ഗുരുവായൂരപ്പൻ്റെ മുൻപിൽ വെച്ച് തന്നെ എൻ്റെ 2 കൊച്ചനുജന്മാർ എല്ലാവരും നന്മ സാംസ്കാരിക വേദി കൂടി ഒരുക്കിയ ഈ വേദിയിൽ വരാനും നിങ്ങളെ കാണാനും 2 വാക്ക് സംസാരിക്കാനും, മലയാളി എന്ന സിനിമയുടെ പ്രൊഡ്യൂസേഴ്സാണ് എൻ്റെ 2 അനുജന്മാർ. അവരെന്നെ വന്ന് കണ്ട് സംസാരിച്ചു, ഈ പരിപാടിക്ക് വരണം. ഞാൻ വേറൊരു പരിപാടി കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. വേറെ ഒന്നല്ല, ഇന്ന് കൊച്ചിൻ ഹനീഫയുടെ കുടുംബത്തിന് വേണ്ടി ഒരു ധനശേഖരണാർത്ഥ പരിപാടി കോട്ടയത്ത് നടക്കുകയാണ്. ഇന്നവിടെ മമ്മൂക്ക, ജയറാമേട്ടൻ, ആദർശ, എൻ്റെ ഗാനമേള, പിന്നെ ജോത്സന എല്ലാവരും പങ്കെടുക്കുന്നൊരു പരിപാടിയാണ് കോട്ടയത്ത്. ഇവിടെ നിന്ന് ഇനി അവിടെ വരെ ഓടിയെത്തും വേണം. ഈ നന്ദി ഞാൻ പറഞ്ഞാൽ പറഞ്ഞത് പോലെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. കാരണം ജീവിതത്തിൽ നമ്മളെല്ലാവരും മരിച്ചു പോകുന്ന ആൾക്കാരാണ്. ജീവിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും നന്മ ചെയ്യാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നെ കൊണ്ടാകാവുന്ന ഒരുവിധ സഹായങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അത് ഞാനൊരു പാരിതോഷികം പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്നതല്ല. എൻ്റെ സുഖത്തിനും കിടന്നുറങ്ങാനൊരു സുഖവും എൻ്റെ കുടുംബത്തിനും എൻ്റെ നാട്ടുകാർക്കും എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും നന്മ കിട്ടുവാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. എനിക്ക് ആകെ വളരെ തുച്ഛമായ പൈസകളൊക്കെ എൻ്റെ കയ്യിൽ വന്നിരുന്ന ആളാണ്. പക്ഷേ എനിക്ക് താമസിക്കാൻ AC റൂം, പോവാൻ AC കാറ്,
എല്ലാ സൗഭാഗ്യങ്ങളും നേടിത്തന്നത് ഈ ഇരിക്കുന്ന എല്ലാ വ്യക്തികളിലും കൊച്ചനുജന്മാരും അച്ഛന്മാരും അമ്മമാരും അനിയത്തിമാരും എല്ലാവരുടെ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു നടന് മലയാള സിനിമയിലേക്ക് കാലുവയ്ക്കാൻ കഴിഞ്ഞത്. മലയാള സിനിമയ്ക്ക് സൗന്ദര്യം വേണ്ടാന്ന് തെളിയിച്ച രണ്ട് വ്യക്തികളുള്ളൂ. ഒന്ന് ശ്രീനിവാസൻ ചേട്ടനും പിന്നൊന്ന് ഞാനും. പക്ഷെ എനിക്കിപ്പോ ഈയിടെയായിട്ട് കുറച്ച് നിറം വെച്ചിട്ടുണ്ടോ എന്നൊരു സംശയം അല്ലേ. കുറച്ച് കളർ വെച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയുള്ള ഷർട്ടൊക്കെ ഇട്ടുണ്ട് വരാൻ കാരണം എൻ്റെ ആകെ വെളുത്തിരിക്കുന്ന സ്ഥലം നിങ്ങൾ മര്യാദയ്ക്ക് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനത്തെ ഷർട്ടൊക്കെ ഇട്ടിട്ട് വരുന്നത്. കാരണം ഒരു അനുഭവമാണെന്നുള്ളതാണ്. ഞാനിവരെല്ലാവരും ഇങ്ങനെ നിർത്തിക്കൊണ്ട് ഞാൻ അധികം സംസാരിക്കുന്നില്ല. കാരണം ഞാനത് പറയുമ്പോൾ എനിക്ക് സന്തോഷമാണ്. ഇപ്പോഴാണ് കുറച്ച് നിറം വെച്ചെന്നുള്ള സത്യമാണ്. എൻ്റെ വീട്ടിലൊക്കെ കറണ്ടിന് അപേക്ഷ കൊടുത്തിട്ട് 3 മാസം കഴിഞ്ഞിട്ടാണ് എൻ്റെ വീട്ടിൽ ഈ കറണ്ട് കണക്ഷൻ കിട്ടിയത്. അപ്പൊ പരസ്പരം ഞങ്ങൾ കണ്ടിട്ടേ തന്നെ ഇല്ല എന്നുള്ള വീട്ടുകാർ. കാരണം കറണ്ടും ഇല്ല. ഒക്കെ എന്താ ആരോ പറഞ്ഞ മാതിരി വെടിമരുന്ന് അരച്ച അമ്മിക്കുഴ പോലെയാ. എല്ലാവരും കളർ അങ്ങനെയാ. അപ്പൊ ഞാൻ ഈ അപ്ലൈ ചെയ്ത് കുറെ നാൾ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ ഈ പ്ലഗ് പോയിന്റിനകത്ത് കെട്ടാവളി എന്ന് പറഞ്ഞ സാധനം മണ്ണുകൊണ്ട് കൂടുകൂട്ടി. അപ്പൊ ഈ മണ്ണുകൊണ്ട് കൂടുകൂട്ടി അതൊക്കെ അടഞ്ഞു പോയ സമയത്ത് എൻ്റെ അച്ഛനാണെങ്കിൽ വൈകുന്നേരം ഈ കൂലിപ്പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോ 2.5 കഴിച്ചിട്ട് വരുന്ന കൂട്ടത്തിലുള്ള ആളാണ്. അപ്പൊ ആള് നോക്കിയപ്പോ ഇതൊക്കെ ഈ വേട്ടാവളിയെ കൂടുകൂട്ടിയേക്കാം. അപ്പൊ എൻ്റെ അനുജൻ രാമകൃഷ്ണനോട് എൻ്റെ അച്ഛൻ പറഞ്ഞു, രാമകൃഷ്ണ ആ വേട്ടാളൻ കൂടുകൂട്ടിയേക്കണ അതൊക്കെ നിങ്ങള് വൃത്തിയായിക്കേ. അപ്പൊ അനിയൻ എന്ത് ചെയ്തു, അവിടെ കിടക്കുന്നൊരു മുറ്റടിക്കുന്ന ചൂലിന്റെ ഇറുക്കിലുണ്ടായി. അത് ഒടിച്ചിട്ട് ഈ മണ്ണ് പ്ലഗിന്റെ അന്ന് കറണ്ട് കിട്ടിയ ദിവസം കേട്ടോ ഞങ്ങളുടെ വീട്ടില്. അന്നാണ് ഞങ്ങൾ പരസ്പരം കാണുന്നത് തന്നെ. അപ്പൊ എന്റെ അമ്മയ്ക്കൊക്കെ ഭയങ്കര സന്തോഷം. അയ്യോ നീയായിരുന്നോ, കണ്ടിട്ട് കുറെ കാലായി. അപ്പൊ അങ്ങനെ ഒരു സന്തോഷം ഉണ്ടായ ഒരു ദിവസം ഉണ്ട്. അപ്പൊ അനിയൻ അന്ന് കറണ്ട് കിട്ടിയ ദിവസം വെച്ചാൽ ഈ ഈർക്കിലി കൊണ്ട് അതിലിട്ട് കുത്തി വടി ഒടിഞ്ഞു പോയി. ഒടിഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞു, ഇങ്ങനെ പറയക്കടാ, നിന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിന് വിവരം വേണം, വിദ്യാഭ്യാസം വേണം കുറച്ച്. ഇങ്ങനെ പറയേ. കറണ്ട് കിട്ടിയ ദിവസം ഉണ്ടെന്ന് ആ ജനൽമ ഒരു ആണി ഇരിക്കുന്നുണ്ടായി. ഈ ആണി എടുത്തിട്ട് ഈ പ്ലഗിന്റെ ഉള്ളിൽ എൻ്റെ അച്ഛൻ കുത്തിപ്പാ തെറിച്ച് മുറ്റത്ത് വീണുപ്പോ എൻ്റെ അച്ഛൻ പറയാ, രാമകൃഷ്ണോ വേട്ടാളം വിചാരിച്ച പോലെ അല്ല, തിരിച്ചും കുത്തണ്ടെന്ന്. എൻ്റെ അച്ഛൻ അറിയില്ല അത് ഷോക്ക് അടിച്ചതാണ്, കറണ്ട് അടിച്ചാന്ന് അറിയില്ല. പാവം. അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് പിറന്ന് ജനിച്ച് ഇത്രയും ദൂരത്തെത്തിയ ഒരു കലാകാരനാണ് ഞാൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജനനം തന്നെ 1971 1/1/71 ജനുവരി 1-ാം തീയതിയാണ്. എൻ്റെ അമ്മയുടെ പ്രസവം നിർത്തിയിട്ടുണ്ടായത് ഞാൻ. അപ്പൊ ആ സർക്കാർ ആശുപത്രിയുടെ ഗുണമൊന്നും ആലോചിച്ച് നോക്കി. പക്ഷെ എന്നാലും എൻ്റെ അമ്മ പറയും, മോനെ അങ്ങനെയെങ്കിലും നീ ഉണ്ടായത് നന്നായിടാ, കഞ്ഞു കുടിച്ച് പോകണ്ടപ്പ. എന്നിട്ടും പിന്നൊരു അനിയനും കൂടി ഉണ്ടായി. ഞങ്ങൾ 8 മക്കളാ. അച്ഛന് എന്താ പണിയെന്ന് വെച്ചാൽ അച്ഛന് ഇത് തന്നെയായിരുന്നു പണി. അച്ഛനൊരു പ്രൊഡക്ഷൻ മാനേജരും അമ്മ ഒരു പ്രൊഡക്ഷൻ ഡാമേജറായിരുന്നു. പക്ഷെ എന്നാലും മലയാള സിനിമ മുതല് തെലുങ്ക്, കന്നഡ, തമിഴ്, എനിക്കറിയാത്ത ഭാഷകളൊക്കെ ഞാൻ സംസാരിച്ച് സിനിമയിൽ അഭിനയിക്കണം. ഞാൻ തന്നെ ഇരുന്ന് ആലോചിക്കും, ഇത് എങ്ങനെ ഇവിടെ എത്തി, അന്തം വിട്ടു പോകണ്ടേ ഞാൻ. എന്നാലും ഭാഷകൾ പഠിച്ച ആൾക്കാരൊക്കെ ജോലിക്ക് വേണ്ടി തേരാപാര നടക്കാം. BCom പഠിച്ച ആൾക്കാരൊക്കെ ജോലി കിട്ടാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം. ഞാൻ 10ാം ക്ലാസ് അന്തസ്സായിട്ട് 3 പ്രാവശ്യം എഴുതി തോറ്റാളാ. എനിക്ക് അഭിമാനമുള്ളൂ. എൻ്റെ അധ്യാപകര് പഠിച്ചതിനേക്കാൾ കൂടുതൽ സിലബസ് ഞാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ജയിക്കാൻ പറ്റിയില്ല. പക്ഷെ 10ാം ക്ലാസ് തോറ്റാലും BCom എന്ന് പറഞ്ഞാൽ എൻ്റെ കണക്കിന് ഞാൻ പറയാം ബിലോ കോമൺ സെൻസ് എന്നാ. അതുപോലില്ലാത്ത ആൾക്കാരുണ്ട്. ഈ ജോലി കിട്ടാണ്ട് ഇങ്ങനെ നടക്കാം. പക്ഷെ ഈ 10ാം ക്ലാസ് വെച്ച് ഞാനിപ്പോ എന്തൊക്കെ ചെയ്യണമെന്ന് അറിയുമോ? ജില്ലാ കളക്ടറെ വേഷം, മജിസ്ട്രേറ്റിന്റെ, അഡ്വക്കേറ്റിന്റെ, CIയുടെ. എന്തിനു പറയണ്? ഈ അടുത്ത കാലത്ത് ഒരു പെണ്ണിന്റെ പ്രസവെടുത്ത ഡോക്ടറാണ് ഞാൻ. അപ്പൊ പഠിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. പഠിക്കാണ്ടും ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതിനൊരു ഉദാഹരണ, എനിക്കറിയാത്ത ഭാഷകൾ പോലെ ഞാൻ സംസാരിക്കാറുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നാദിർഷയുടെ ഭാര്യ നമ്മുടെ നടൻ ദിലീപിന്റെ ഭാര്യ മഞ്ജു വാര്യര്, ഞാൻ എൻ്റെ സ്വന്തം ഭാര്യ, എനിക്ക് ഓർമ്മയുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞ. ഇപ്പൊ ഞങ്ങളെല്ലാവരും കൂടി ദുബായിക്ക് പോയപ്പോ ഞങ്ങളുടെ വിസയ്ക്ക് ഇത്രയൊരു പ്രശ്നം വന്നപ്പോ ഞങ്ങളുടെ കയ്യിൽ മുസ്ലിമായിട്ട് നാദിർഷ മാത്രമേ ഉള്ളൂ. ഞാൻ നാദിർഷയോട് പറഞ്ഞു, നാദിർഷ നമ്മുടെ വിസയ്ക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് നീ ഏറ്റവും ആദ്യം മുൻപിൽ നിൽക്ക്. അറബി എന്തെങ്കിലും ചോദിക്കണം, നിനക്ക് അറബി പറയാൻ അറിയുള്ളൂ, നീ മുൻപിൽ നിൽക്കുന്നു പറഞ്ഞപ്പോ നാദിർഷ പറഞ്ഞു, നീ പേടിക്കണ്ട, അറബി ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. അങ്ങനെ നാദിർഷ ഏറ്റവും ഫ്രണ്ടിൽ നിന്നു. അതിന്റെ പുറകില് നാദിർഷയുടെ ഭാര്യ ദിലീപ്, മഞ്ജു വാര്യര്, ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ഭാര്യ, എല്ലാവരും ഇങ്ങനെ നിൽക്കുമ്പോ ഈ നാദിർഷയുടെ വിസ എടുത്തിട്ട് അറബി ചോദിച്ചു. നാദിർഷ പറഞ്ഞു, ഇതിനു മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന്. എന്തുണ്ടായിക്കണ്? ഇവനറിയില്ല അറബി. ഇവനോട് പറഞ്ഞു അവനെ പിടിച്ചാണ് മാറ്റി നിർത്താൻ പറഞ്ഞു.
അടുത്ത ദിലീപിന്റെ വിസ. അറബി നോക്കി എന്ത് അവനോടും പറഞ്ഞ അറബി അവനോട് നീക്കിരുത്താൻ പറഞ്ഞ അടുത്ത് ഞാനാ. എന്നെ കണ്ടപ്പോഴേ ഈ അറബിക്ക് ഒരു കള്ള ലക്ഷണം ഫീൽ ചെയ്യുന്നുള്ള. എന്നെ അടി മുതൽ മോള് വരെ ഈ അറബി നോക്കിയിട്ട് അറബി എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു അപ്പൊ തന്നെ വിസടിച്ചു. ഞാൻ പറഞ്ഞു വേറൊന്നല്ല വലത്രഹത്ര മഫ്രാത്ര വല്ല നൂർത്തിനെ ശരിയാക്കിയതായി. അത് അറബിക്ക് മനസ്സിലായി, എന്റെ വിഷമം മനസ്സിലായി. ഞാൻ ഈ വിസ മേടിച്ച് പോകുമ്പോൾ ഈ അറബി താടിക്ക് കൊടുത്തോണ്ടിരിക്കുക. എന്ത് പണ്ടാറാണ് ഈ പന്നി പറഞ്ഞത്? ഈ അറബിയുടെ ധാരണ ഞാൻ കാട്ടറബിയാന്നാ. പക്ഷെ എന്നാലും വിസ കിട്ടിയെന്നുള്ള ഞാൻ എവിടെ പോയൊരു 4 കാലിൽ വീണിട്ട് ഞാൻ വരുള്ളൂ. ഒരു പിടി മണ്ണ് വാരാണ്ട് ഞാൻ എനിക്ക് വരില്ല. അത് അങ്ങനെ ആയിപ്പോയി. അതൊക്കെ അതിനെല്ലാം ഗുണങ്ങൾ തന്നത് നിങ്ങളിൽ ഓരോ വ്യക്തികളാണ്. ആ നന്ദിയും കടപ്പാടും എന്നും നിങ്ങളിൽ എപ്പോഴും ഉണ്ടാവും. ഏത് കാലത്തായാലും ഞാൻ ഒരിക്കലും മറക്കില്ല. ഞാൻ ശരിക്കും മണ്ണിന്റെ മണമുള്ള ഒരാൾ തന്നെയാണ്. തീർച്ചയായിട്ടും ആ നന്ദിയും കടപ്പാടും ഞാൻ ഈ വേദിയിൽ വെച്ച് നിങ്ങളിൽ ഓരോരുത്തർക്കും ഹൃദയപൂർവ്വം ഞാൻ കൈമാറിയാണ് ഇന്ന് ഈ പരിപാടിക്ക് ക്ഷണിച്ചതിലും നിങ്ങളൊരു പുരസ്കാരം നൽകാൻ തീരുമാനിച്ച കമ്മിറ്റിക്കും ഇതിനോടനുബന്ധിച്ച് പങ്കെടുത്ത പോലീസ് ഓഫീസേഴ്സിനും പത്രമാധ്യമ പ്രവർത്തകർക്കും മീഡിയാസിനും എല്ലാവർക്കും ഓരോ വ്യക്തികൾക്കും ഇന്നിവിടെ പങ്കെടുക്കുന്ന എല്ലാ കലാകാരന്മാർക്കും ഇവിടെ കൂടിയിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ഓരോ വ്യക്തികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നല്ല ആരോഗ്യമുള്ള എല്ലാവിധ നന്ദിയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. എൻ്റെ ഒരു സിനിമ ഇപ്പൊ ഇവിടെ ഇറങ്ങാൻ പോകുന്നുണ്ട്. ആ സിനിമയും കൂടി നിങ്ങൾ കാണണം. എൻ്റെ സിനിമ സാധാരണ ഒരു 5 ദിവസത്തിനുള്ളിൽ സിനിമ തിയേറ്ററിൽ ഓടാറില്ല. ആരെയിലൊക്കെ എടുത്ത് പുറകാലും മടിക്കടിച്ച് ഓടിക്കുന്നു. അതുകൊണ്ട് ഇപ്പൊ ഈ തവണ ഇറങ്ങാൻ പോണ സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ MLA മണി 10ാം ക്ലാസ്സും കുസ്തിത. പക്ഷെ ഞാൻ MLA ആയിട്ട് മത്സരിക്കൊന്നുമില്ല കേട്ടോ. ഒരിക്കലും ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വരില്ല. അതിനെപ്പറ്റി പേടിക്കേ വേണ്ട. പക്ഷെ ആ പടം നിങ്ങൾ കാണണം. നല്ലൊരു പടമായിരിക്കും. തീർച്ചയായിട്ടും ആ പടം കണ്ട് ഒരു 2 ആഴ്ച ഓടിക്കാനുള്ള ഒരു സന്മനസ് എൻ്റെ മാന്യ പ്രേക്ഷകർ ശ്രോതാക്കളും എല്ലാവരും തരണം. സിനിമ കാണണം. ഈ അടുത്ത് തന്നെ പടം ഇറങ്ങും. പിന്നെ ഞാൻ പാട്ട് പാടുന്ന കാര്യം ഇവരെല്ലാവരും ഒരേ വാക്ക് സംസാരിച്ചതിന് ശേഷം തീർച്ചയായിട്ടും ഞാൻ പാട്ട് പാടും. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. പ്രത്യേകിച്ച് ഗുരുവായൂരപ്പന് പ്രത്യേകിച്ച് 1000 നന്ദി അർപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ശ്രീമതി ഗീതാ ഗോപിയെ ക്ഷണിക്കുന്നു. ബഹുമതി പത്ര സമർപ്പണത്തിനായി വാക്കി ഗ്രൂപ്പ് ചെയർമാനും ചേസ് 2020 മെയിൻ സ്പോൺസറുമായ ശ്രീ സജീവൻ അനഗരയെ ക്ഷണിക്കുന്നു. ശ്രീ കലാഭവൻ മണിയെ പൊന്നാട അണിയിക്കുന്നതിനായി പ്രവാസി റിട്ടേണേഴ്സ് കോൺഗ്രസ് സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റും മുൻകാല ചലച്ചിത്ര നിർമ്മാതാവുമായ റൊട്ടേറിയൻ PHF ഹാഷിം ചാവക്കാടിനെ വേദിയിലേക്ക് ഹാർദവമായി ക്ഷണിക്കുന്നു.